ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ചരിത്രമാണ്, ഹിസ്റ്ററിയാണ്. അപ്പോൾ നമ്മളുടെ RRB റെയിൽവേയുടെ എക്സാം, RRB ഗ്രൂപ്പ് ഡി എക്സാം, ഗ്രാജുവേറ്റ് ലെവൽ എക്സാം, SSCയുടെ എക്സാം, PSC എക്സാം, ഇതിനൊക്കെ ബേസിക്കായിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. അതുമാത്രമല്ല, നമ്മൾക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയാണ്. അപ്പോൾ ചരിത്ര പദങ്ങളിലൂടെയുള്ള ഒരു യാത്രയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തിനെക്കുറിച്ചാണ്? നമുക്ക് ഈ ഒരു ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഒരു ഓർമ്മ വന്നിട്ടുണ്ടാകും എന്തിനെക്കുറിച്ചായിരിക്കുമെന്ന്, അല്ലേ? ഓക്കെ, ശരിയാണ്. നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എന്തിനെക്കുറിച്ചാണ്? സ്റ്റോൺ ഏജിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. സ്ഥലകാലങ്ങളിലൂടെയുള്ള മനുഷ്യൻ്റെ സാംസ്കാരിക പരിണാമത്തിൻ്റെ കഥയാണ് ചരിത്രം അഥവാ ഹിസ്റ്ററി എന്ന് പറയുന്നത്. നമുക്കറിയാം, ഓരോ സ്ഥലത്തും ഓരോ മനുഷ്യർക്കും ഓരോ ഭാഷയായിരിക്കാം, ഓരോ കൾച്ചറായിരിക്കാം, അല്ലേ? ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളെ കേരളം തന്നെ നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ കേരളത്തിലെ 14 ജില്ലകളുണ്ടെങ്കിലും ആ 14 ജില്ലകളിലും മലയാളം ആണ് നമ്മുടെ മാതൃഭാഷയായിട്ടുള്ളതെങ്കിലും നമ്മൾ സംസാരിക്കുന്ന ടോണ്, ശൈലി, രീതികൾ അതെല്ലാം വ്യത്യാസമുണ്ട്, അല്ലേ? അതുപോലെ തന്നെ സംസ്കാരത്തിലും വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഓരോ കാലഘട്ടത്തിനനുസരിച്ചിട്ട് ഓരോ സംസ്കാരമാണ് നമ്മളുടെ ഭൂമിയിലുണ്ടായിരുന്നത്. അപ്പോൾ തുടക്കം തന്നെയുള്ള ആ ഒരു ഭൂമിയിൽ മനുഷ്യൻ്റെ ആ ഒരു ജനനം ഉണ്ടായ സമയം മുതൽക്കുള്ള ഒരു കാര്യമാണ് നോക്കുന്നത്. അപ്പം സ്ഥലകാലങ്ങളിലൂടെയുള്ള മനുഷ്യൻ്റെ സാംസ്കാരിക പരിണാമത്തിൻ്റെ കഥയാണ് ചരിത്രം അഥവാ ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഇനി ഹിസ്റ്റോറിയോഗ്രഫി എന്താണ്? ഹിസ്റ്റോറിയോഗ്രഫി ചരിത്രം രേഖപ്പെടുത്തിയ രീതികൾ, അതെങ്ങനെയാണ് വികാസം പ്രാപിച്ചതെന്ന് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഹിസ്റ്റോറിയോഗ്രഫി. ഇപ്പോൾ ചരിത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഹെറഡോട്ടസ് ആണ്. ഇനി മനുഷ്യൻ പിറന്ന ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് ആഫ്രിക്കയാണ്. ശിലായുഗം, സ്റ്റോൺ ഏജ്. മനുഷ്യൻ ശിലകൾ കൊണ്ടുള്ള ആയുധങ്ങളും ഉപകരണങ്ങളും ഉപയോഗിച്ചിരുന്ന കാലഘട്ടമാണ് ശിലായുഗം. ശിലായുഗത്തെ 3ആയി തരംതിരിക്കാം: പാലിയോലിത്തിക് ഏജ്, മെസോലിത്തിക് ഏജ്, നിയോലിത്തിക് ഏജ്. പാലിയോലിത്തിക് ഏജ് പുരാതന ശിലായുഗം, മെസോലിത്തിക് ഏജ് മധ്യശിലായുഗം, നിയോലിത്തിക് ഏജ് നവീന ശിലായുഗം. പ്രാചീന ശിലായുഗം പരുപരുക്കൻ ശിലായുധങ്ങൾ ഉപയോഗിച്ച് വേട്ടയാടി നടന്നിരുന്ന കാലഘട്ടമാണ് പ്രാചീന ശിലായുഗം എന്നറിയപ്പെടുന്നത്. ഇപ്പോൾ പാലിയോലിത്തിക് ഏജിൽ അല്ലെങ്കിൽ പ്രാചീന ശിലായുഗത്തിൽ പരുപരുക്കൻ ശിലായുധങ്ങൾ ഉപയോഗിച്ച്, അത് കാര്യമായിട്ട് ഷേപ്പൊന്നുമില്ലാത്ത എന്ന ആഗ്രഹം കൂർത്തിരിക്കുന്ന പരുപരുക്കനായിട്ടുള്ള കല്ലുകൾ കൊണ്ടുള്ള ആയുധങ്ങളായിരുന്നു ഉപയോഗിച്ചത്. അതുകൊണ്ട് വേട്ടയാടി ജീവിച്ചിരുന്ന മനുഷ്യരായിരുന്നു അന്നുണ്ടായിരുന്നത്. ഇനി പ്രാചീന ശിലായുഗ മനുഷ്യർ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ജീവിതമായിരുന്നു നയിച്ചിരുന്നത്. ഇത് അവർക്ക് സ്ഥിരമായിട്ടൊരു താമസ സ്ഥലമോ അല്ലെങ്കിൽ അവിടെ താമസിച്ചു കൊണ്ട് ജീവിക്കുകയോ ചെയ്തിരുന്നില്ല. അവരിങ്ങനെ സഞ്ചരിക്കും, എവിടെ നിന്നാണോ അവർക്ക് വേട്ടയാടി ഭക്ഷണം ലഭിക്കുന്നത് അതവിടെ നിന്ന് കഴിക്കും, വീണ്ടും യാത്ര ചെയ്യും, എവിടെ എത്തുന്നോ അവിടെ കിടന്നുറങ്ങും, പിന്നെ എണീറ്റിട്ട് യാത്ര ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒരു ജീവിത രീതിയാണ് പ്രാചീന ശിലായുഗത്തിലെ മനുഷ്യർക്ക് ഉണ്ടായിരുന്നത്. സ്പെയിനിലെ അൾട്ടമിറ ഗുഹ പ്രാചീന ശിലായുഗത്തിലേതാണ്. അപ്പോൾ പ്രാചീന ശിലായുഗത്തിലെ ഒരു അടയാളമായിട്ട് സ്പെയിനിൽ കണ്ടുപിടിച്ചൊരു ഗുഹയാണ് അൾട്ടമിറ എന്ന് പറയുന്നത്. അൾട്ടമിറ സ്പെയിനിൽ പ്രാചീന ശിലായുഗത്തിൻ്റെ ഒരു അവശിഷ്ടമായിട്ട് നിലനിൽക്കുന്ന ഗുഹയാണ്. നമ്മളുടെ ഇന്ത്യയിൽ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു ഗുഹയാണ് ഭീംബേഡ്ക. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മധ്യപ്രദേശിലെ റെയ്സാൻ ജില്ലയിലാണ് ഭീംബേഡ്ക സ്ഥിതി ചെയ്യുന്നത്. പ്രാചീന ശിലായുഗ കേന്ദ്രമാണ് ഭീംബേഡ്ക. 2003 യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ അത് ഇടം നേടി. 2003 യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സ് ആയിട്ട് 2003 ഭീംബേഡ്ക ഉൾക്കൊള്ളിച്ചു. ഇന്ത്യയിൽ മനുഷ്യവാസവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ തെളിവ് ലഭിക്കുന്ന ഇടമാണ് ഭീംബേഡ്ക ഗുഹ. അപ്പോൾ ഭീംബേഡ്ക ഗുഹ മധ്യപ്രദേശിലെ റെയ്സാൻ ജില്ലയിലാണ്. 2003 യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ അതിനെ ഉൾപ്പെടുത്തി. ഇന്ത്യയിൽ മനുഷ്യവാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആദ്യത്തെ തെളിവായിട്ട് ലഭിച്ചത് ഭീംബേഡ്ക ഗുഹയാണ്. മധ്യശിലായുഗത്തിലെ മൃഗങ്ങളെ മെരുക്കി വളർത്തിയെന്നാണ് പറയുന്നത്, അല്ലേ? മധ്യശിലായുഗത്തിലാണ് മനുഷ്യൻ ആദ്യമായിട്ട് മൃഗങ്ങളെയൊക്കെ ഇണക്കി വളർത്താൻ തുടങ്ങിയത്. അപ്പോൾ ആദ്യമായിട്ട് ഇണക്കി വളർത്തിയ മൃഗം എന്തായിരുന്നു? നായയായിരുന്നു. അതുപോലെ മധ്യശിലായുഗത്തിലെ പ്രത്യേക മൃഗങ്ങളെ മെരുക്കി വളർത്തിയെന്നതും സൂക്ഷ്മ ശിലായുധങ്ങൾ, സൂക്ഷ്മ ശിലായുധങ്ങൾക്ക് ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് മൈക്രോലിത്സ് ഉപയോഗിച്ചു. അപ്പോൾ മൈക്രോലിത്സ് ഉപയോഗിച്ചിരുന്ന കാലഘട്ടം ഏതാണ്? മധ്യകാല ശിലായുഗമാണ്, മെസോലിത്തിക് ഏജ് ആണ്. കന്നുകാലികളെയായിരുന്നു മനുഷ്യൻ
ഏറ്റവും കൂടുതൽ ഇണക്കി വളർത്തിയിരുന്നത്. അതുപോലെ ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയൊരു കണ്ടുപിടുത്തമായിരുന്നു തീയുടെ കണ്ടുപിടുത്തം. തീ കണ്ടുപിടിച്ചതും ഏത് കാലഘട്ടത്തിലാണ്? മധ്യകാല ശിലായുഗത്തിലാണ്. നവീന ശിലായുഗം. നവീന ശിലായുഗത്തിൽ മനുഷ്യർ എന്ത് ചെയ്തു? കുറച്ച് ഷേപ്പ് ചെയ്തിട്ടുള്ള മൂർച്ചയുള്ള പിടിയൊക്കെ മിനുസമായത് നല്ല മനോഹരമായിട്ട് കയ്യിൽ പിടിക്കാൻ പറ്റുന്ന രീതിയിൽ അഗ്രഭാഗം മൂർച്ചയായിട്ടുള്ള ആയുധങ്ങൾ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. നവീന ശിലായുഗ കാലഘട്ടത്തിലാണ് മനുഷ്യർ കൃഷി ആരംഭിച്ചത്. അപ്പോൾ നവീന ശിലായുഗത്തിലേക്ക് കടക്കുമ്പോൾ എന്ത് ചെയ്തു? കൃഷി ആരംഭിച്ചു. മധ്യശിലായുഗത്തിൽ തീ കണ്ടുപിടിച്ചു, മൃഗങ്ങളെ ഇണക്കി വളർത്തുകയും ചെയ്തു. നവീന ശിലായുഗത്തിൽ വളരെ മനോഹരമായിട്ട് നിർമ്മിച്ച അഗ്രം ഭാഗം കൂർത്ത അല്ലെങ്കിൽ മൂർച്ചയേറിയ ശിലായുധങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. അതുപോലെ നവീന ശിലായുഗ കാലഘട്ടത്തിൽ കൃഷിയിലേക്കും മനുഷ്യർ തിരിയുകയുണ്ടായി. അതോടുകൂടി എന്ത് സംഭവിച്ചു? അവരുടെ ആവാസ വ്യവസ്ഥയിൽ മാറ്റം വന്നു. ഒരിടത്ത് തന്നെ സ്ഥിരമായിട്ട് താമസിക്കുക എന്ന രീതി അവർ ഫോളോ ചെയ്തു പോന്നു. ഈ കാലഘട്ടത്തിൽ നവീന ശിലായുഗത്തിലാണ് ചക്രത്തിൻ്റെ കണ്ടുപിടുത്തം ഉണ്ടാകുന്നത്. ചക്രത്തിൻ്റെ കണ്ടുപിടുത്തം മനുഷ്യരാശിയുടെ നാഴികക്കല്ല് അല്ലെങ്കിൽ മനുഷ്യ ചരിത്രത്തിൻ്റെ നാഴികക്കല്ല് എന്ന് പറഞ്ഞത് ചക്രത്തിൻ്റെ കണ്ടുപിടുത്തമാണ്. മനുഷ്യൻ ആരംഭിച്ച വ്യവസായം. അപ്പം നവീന ശിലായുഗത്തിലാണ് മനുഷ്യൻ ആദ്യമായിട്ട് വ്യവസായം ആരംഭിക്കുന്നത്. ആ വ്യവസായം എന്തായിരുന്നു? മൺപാത്ര വ്യവസായമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശിലായുഗ കേന്ദ്രങ്ങൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് മധ്യപ്രദേശിലാണ്. മധ്യപ്രദേശിൽ നമ്മളിപ്പോൾ ഒരു ഭിംബഡ്ക ഗുഹ കണ്ടിരുന്നു അല്ലേ? അത് ഏതൊരു ഉദാഹരണമായിരുന്നു? പ്രാചീന ശിലായുഗത്തിന് ഉദാഹരണമായിരുന്നു. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ശിലായുഗ കേന്ദ്രങ്ങൾ കണ്ടുപിടിച്ച അല്ലെങ്കിൽ ഉദ്ഖനനം ചെയ്യപ്പെട്ടത് എവിടെയാണ്? മധ്യപ്രദേശിലാണ്. മധ്യപ്രദേശിലെ ഭിംബഡ്ക ഗുഹ. ഓക്കെ. ദെൻ കേരളത്തിലെ ഏറ്റവും പ്രധാന മധ്യകാല ശിലായുഗ കേന്ദ്രമാണ് എടയ്ക്കൽ ഗുഹ അല്ലേ? എടയ്ക്കൽ ഗുഹ മധ്യകാല ശിലായുഗത്തിന് കേരളത്തിൽ നിന്നുള്ള ഒരു ഉദാഹരണമാണ്. സ്ഥിതി ചെയ്യുന്നത് അമ്പുകുത്തി മലയിലാണ്, വയനാട്ടിലെ അമ്പുകുത്തി മലയിലാണ്. ഈ ഒരു ഗുഹ കണ്ടുപിടിച്ചത് മലബാറിൽ പോലീസ് സൂപ്രണ്ടായിരുന്ന ഫ്രെഡ് ഫൊസറ്റാണ് ആ ഗുഹ കണ്ടുപിടിച്ചത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശിലായുഗ കേന്ദ്രങ്ങളുള്ളത് ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ്. മനുഷ്യൻ ആദ്യമായിട്ട് കണ്ടുപിടിച്ച ലോഹമാണ് ചെമ്പ്. ചെമ്പും ശിലയും ഉപയോഗിച്ചിരുന്ന കാലഘട്ടമാണ് താമ്രശിലായുഗം അഥവാ ചാൽക്കോലിത്തിക് ഏജ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ചെമ്പും കല്ലുമൊക്കെ ഉപയോഗിച്ചിരുന്ന കാലഘട്ടം അറിയപ്പെടുന്ന പേരാണ് ചാൽക്കോലിത്തിക് ഏജ് അഥവാ താമ്രശിലായുഗം. മനുഷ്യൻ ആദ്യമായിട്ട് കണ്ടുപിടിച്ച കൂട്ടുലോഹമാണ് വെങ്കലം, ബ്രോൺസ്. അപ്പോൾ മനുഷ്യൻ ആദ്യമായിട്ട് കണ്ടുപിടിച്ച കൂട്ടുലോഹമാണ് ബ്രോൺസ് അഥവാ വെങ്കലം. ചെമ്പും വെളുത്തീയവും, കോപ്പർ, ടിന്ന് അല്ലേ? ചെമ്പ്, വെളുത്തീയം, കോപ്പറും ടിന്നും, അത് രണ്ടും കൂടി കൂടിച്ചേർന്ന മിക്സഡ് ആയിട്ടുള്ള ലോഹസങ്കരമാണ് വെങ്കലം. അപ്പം ആദ്യത്തെ നാഗരിക സംസ്കാരം ഉയർന്നു വന്നത് വെങ്കലയുഗ കാലഘട്ടത്തിലാണ് ആദ്യത്തെ സാംസ്കാരികമായിട്ടുള്ള അതായത് നാഗരിക സംസ്കാരം ഉയർന്നു വന്നത് എന്നും പറയപ്പെടുന്നു. സോ ഫ്രണ്ട്സ്, ഇത്രയും എൻ്റെ കൂട്ടുകാർക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ ഫോളോ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക് യു.